ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബന്ദികളുടെ കാര്യമാണ്. ഹമാസിന് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ബന്ദികളുടെ റിലീസ് ഈ പ്രപ്പോസൽ അനുസരിച്ച് വരുന്നത്. അതായത് മാക്സിമം 72 hours, 3 ദിവസത്തിനുള്ളിൽ ഇതേപോലെ എൻ്റെയർ ബന്ദികളെയും 1, 2, 3, 4, 10, 20, പകുതിയും മുക്കാലും അല്ല, മൊത്തം ബോഡി ബാഗും ബോഡീസും ഒറിജിനൽ ലിവിങ് ബോഡീസും മൊത്തം കൈമാറണം. ഇതങ്ങോട്ട് കൈമാറി കഴിയുമ്പോൾ ഇവർക്ക് അങ്ങോട്ട് കുറെ ജയിലിൽ കിടക്കുന്ന തടവുകാർ പലതും ഭീകരവാദികളാണ്. അതിലേതാണ്ട് 80% ആളുകളും ഒക്ടോബർ 3-ന് ശേഷം പിടിയിലായവരാണ്. അതായത് ഈ തട്ടിക്കൊണ്ടു പോയവരുടെ, അതായത് 253 പേരെ ബന്ദികളായപ്പോൾ അതിനുശേഷം പലതരം കുറ്റങ്ങൾ ചെയ്ത് ഇസ്രയേലിന്റെ ജയിലിൽ വന്നവരാണ്. അതിലേതാണ്ട് ഒരു 1700 പേരോളം. മൊത്തം ഒരു 1950 2000-ൽ താഴെ ആളുകളെ ഇസ്രയേൽ കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ മുഴുവൻ ബന്ദികളെ. ഇപ്പൊ ഇത് രണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നോ ടൈം 3 days എന്നാ പറഞ്ഞ പോട്ടെ, 3 days or 4 days ഈ ബന്ദികൾ പോയുന്നു. ബന്ദികൾ പോയാൽ പിന്നെ ഹമാസ് ആരാ? ഹമാസ് പിന്നെ ഒന്നുമല്ല. ഹമാസ് ഒരു മാഫിയ. തട്ടിക്കൊണ്ടുപോയ ഏതൊരു മാഫിയയും മോചനദ്രവ്യം കിട്ടിയോ കിട്ടിയില്ലയോ, തങ്ങൾ തട്ടിക്കൊണ്ടുപോയ വസ്തു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്മാര് ബിഗ് സീറോ ആണ്. ഇവിടെ ഭയങ്കര ഐഡിയോളജി പറയുന്നുണ്ട്, പുസ്തകം പറയുന്നുണ്ട്, ഷഹീദുകൾ, ഇതെല്ലാം പറയുന്നുണ്ട്. അല്ല, ഞാൻ സമ്മതിച്ചു, എനിക്കതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. പക്ഷേ ഈ ബന്ദികൾ തീരുമ്പോൾ ഇവന്മാരെ വെടി തീരും. അത് 3 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹമാസിന് അത് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡിസാം ചെയ്യണം, ബന്ദികളെ 3 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ഫ്യൂച്ചർ ഗവർണൻസ് അവർ അംഗീകരിച്ചാണ്. ഞങ്ങൾക്ക് ഇനി ഭരിക്കാനൊന്നും താല്പര്യമില്ല, ഞങ്ങൾ ഭരിച്ച് 10-18 വർഷം ഭരിച്ച് കുട്ടിച്ചോറാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആകെ കുറെ ടണലുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റോഡുകളേക്കാൾ കൂടുതൽ ടണലുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആഹാര സാധനം കൊള്ളയടിച്ചു കൊണ്ടുപോയി ഭക്ഷിച്ചിട്ടുണ്ട്, ജനങ്ങളെ പട്ടിണിക്കിട്ടിട്ടുണ്ട്, ഷീൽഡാക്കി പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് പ്രൊപ്പഗാൻഡ നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ നേതാക്കളും ഞങ്ങളും ബില്യൺസ് നോട്ട് മില്യൺസ്, ബില്യൺസ് ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആർഭാടമായി ഖത്തറിലും തുർക്കിയിലും യൂറോപ്യൻ നഗരങ്ങളിൽ ബ്രിട്ടനിലും ഒക്കെ താമസിച്ചിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നു. ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മതി, ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള കേസൊക്കെ ആയി. പക്ഷെ എന്ത് ചെയ്യും? ആഫ്റ്റർ ഡിസാം ചെയ്ത് ഭരണത്തിലും ഇല്ലാതെ നടക്കുന്ന ഹമാസ് ഒരു ശക്തിയൊന്നുമില്ല. ഹമാസിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വരാം, ശരിയാണ്, വേറെ ആരെങ്കിലും ഒക്കെ വരാം. പക്ഷെ എന്നാലും ഇതേപോലെ അങ്ങോട്ട് സെലൻസ്കി UN പറഞ്ഞ ഒരു പ്രശ്നം, നിങ്ങളുടെ സമാധാനം കൊണ്ടുവരുന്നത് നിങ്ങളുടെ ആയുധങ്ങളും നിങ്ങളുടെ കോയലേഷൻസ്, നിങ്ങളുടെ സഖ്യകക്ഷികളും നിങ്ങളുടെ ബന്ധങ്ങളുമാണെന്ന്. ഈ 3 കാര്യവും ഹമാസിനെ സംബന്ധിച്ചോളം തകരാറിലായിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളാണ് ഇവരെ പോറ്റി വളർത്തുന്നത്. ഈ അറബ് രാജ്യങ്ങൾ മുഴുവൻ കമ്മിറ്റഡ് ആണ് ഈ പീസ് പ്ലാന്. അവരെഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. അവർ ട്രംപിനെ പോയി കണ്ടാണ്. UN ജനറൽ അസംബ്ലിയിലെ ലീഡേഴ്സ് മീറ്റ് സെപ്റ്റംബർ 23 മുതൽ 26 വരെ നടക്കുന്ന സമയത്തിന് തൊട്ടു മുന്നേ ഖത്തറിന്റെ അമീർ ഉൾപ്പെടെയുള്ള ആളുകൾ, എർദോഗാൻ, സുബിയാൻഡോ, പിന്നെ നമ്മളുടെ പ്രസിദ്ധനായിട്ടുള്ള ഷഹാബ് ഷെരീഫ്, പുള്ളി പോയിരുന്നു. പുള്ളി വെറുതെ പോകാൻ പറ്റത്തില്ല, പുള്ളിക്ക് അവിടെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ അസീം മുനീർ ആണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. പുള്ളിയാണ് നേരെ പോയത്. സൗദി അറേബ്യക്കാരനുണ്ടായിരുന്നു, UAE ഫോറിൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഈ രാജ്യങ്ങളിലെല്ലാം പ്രതിനിധികളിൽ നിന്ന് സംസാരിച്ചു, ഉറപ്പുവരുത്തി, അവർ ഒപ്പിട്ട് കൊടുത്തു. ഇതാണ് പ്ലാൻ. ഈ പ്ലാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹമാസിന്റെ വെടി തീർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇനി അംഗീകരിക്കാതിരുന്നാലുള്ള കാര്യമാണ് ഇനി ഞാൻ പറയുന്നത്. ഈവൻ ദെൻ ദേ ആർ ഡൺ. കാരണം ഇവർ അംഗീകരിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? യുദ്ധം. കറക്റ്റ്. എന്തായിരിക്കും ബേസിക്കലായിട്ടുള്ള സിനാരിയോ? ഗാസ എന്ന് പറഞ്ഞാൽ ബന്ദികളെ കൊണ്ടുവന്ന് പല ഹ്യൂമൻ ഷീൽഡായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അവർ വെച്ചിട്ടുണ്ട്. സോ ഇസ്രായേൽ ടേക്ക് ടൈം, ഉറപ്പായിട്ടും ടേക്ക് ടൈം. പക്ഷേ ഇസ്രായേൽ ചിലപ്പോൾ അത് മാസങ്ങൾ എടുത്തെന്നിരിക്കാം. നല്ല കമാൻഡിങ് ആയിട്ടിരിക്കും. അവർ കുറെ സോൾജേഴ്സിനെ നഷ്ടപ്പെടും, കുറെ ബൂബി ട്രാപ്സും കുറെ എക്സ്പ്ലോഷനും ഒക്കെ ആയിട്ട് ഇസ്രായേലിന് കുറെ സോൾജേഴ്സിനോട് നഷ്ടപ്പെടും. പക്ഷെ അവർ ഫിനിഷ് ചെയ്യും. പാലും വെള്ളവും തമ്മിൽ വേർതിരിച്ച് തന്നെ ഫിനിഷ് ചെയ്യും, ഗ്രൈൻഡ് ചെയ്ത് തന്നെ ചെയ്യും. നോക്കൂ, ഇസ്രായേൽ ഓരോരോ ഘട്ടങ്ങൾ ചെയ്യുന്നതോടും ഇറ്റ് ഈസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. ഗാസയിൽ ശ്രദ്ധിക്കുക, ഒരു ഘട്ടത്തിൽ അവർ വീക്കർ ആവുന്നില്ല. പിന്നെ അവർക്ക് ബന്ദികളെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പം കഴിയണമെന്നില്ല.
ചിലപ്പോൾ എല്ലാവരും കൊല്ലപ്പെടാം, ചിലപ്പോൾ പകുതി പേരെ കിട്ടാം, അല്ലെങ്കിൽ 1-2 പേരെ കിട്ടാം, എല്ലാം സംഭവിക്കാം, എല്ലാ ഓൾ പോസിബിലിറ്റീസ്. പക്ഷെ ഹമാസിനെ ഫിനിഷ് ചെയ്യും. ഈ ഹമാസിനെ ഫിനിഷ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് ഉള്ള പിന്തുണ. അറബ് രാജ്യങ്ങൾ പറയും, ഞങ്ങൾ പരമാവധി കാര്യങ്ങൾ വെച്ചൊരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞു, നിങ്ങൾ അത് സ്വീകരിക്കുന്നില്ല. 1947 ഡിസംബറിലെ UN പ്രമേയത്തിൽ എന്താണോ സംഭവിച്ചത്, അന്ന് പാലസ്തീനൊന്നുമില്ല, അറബുകൾ എല്ലാ പത്രങ്ങളിലെല്ലാം വരും, അറബുകൾ രാജ്യം വേണ്ട, യുദ്ധം ചെയ്ത് പിടിച്ചോളാം അല്ലെ. നമ്മളല്ല ചീട്ടുകളിലൊക്കെ ഒരു കൈ ഇങ്ങനെ ഓരോരുത്തർക്കും കൈ കിട്ടുമല്ലോ, കലക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൈ കിട്ടും. അന്നേരം ചില ആള് നമ്മുടെ കൈ മോശമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ചീട്ട് കണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ കലക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ ഒന്ന് കലക്കി നോക്കിയത്, അങ്ങനെ പലതവണ കലക്കി നോക്കിയതാ. പക്ഷെ എപ്പോഴും കയറുമ്പോ എല്ലാം 7-ാം കൂലി 6-ാം കൂലിയാണ് കയറുന്നത്. അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് അവരത് സ്വീകരിക്കാതിരുന്നത് പോലെ ഇന്ന് ഈ പീസ് ഡീല് ഹമാസ് സ്വീകരിക്കുമെന്ന് എനിക്ക് യാതൊരു ധാരണയില്ല. കാര്യം സ്വീകരിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് നാശമാണ്, സ്വീകരിക്കാതിരുന്നാലും നാശമാണ്. സ്വീകരിക്കാതിരുന്നാൽ ഒരു യുദ്ധം ചെയ്യും. അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്യും? അറബ് രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, ഈ അമീറൊക്കെയാണ്, ഖത്തറിന്റെ അമീറൊക്കെയാണ് പോയി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്, ഖത്തറിന്റെ പ്രധാനമന്ത്രി. ഇറാനും HH 3 H ഇറാനും H അവര് ഇല്ല, അവരെ വഴിയടിച്ചു പോയി, അവർ ഔട്ട് ഓഫ് പിക്ചർ. ഇറാൻ ഇല്ല, സിറിയ ഇല്ല, സിറിയ പിന്നെ ഒരു പിക്ചറിലും പ്രത്യക്ഷപ്പെടാനായിട്ടുള്ള അവസ്ഥയിലല്ല. ഹൂത്തീസ് എന്തൊക്കെയോ ചെയ്യുന്നു, കുറെ ഡ്രോൺസും കുറെ അതും ഇതൊക്കെ അയക്കുന്നത്, ചിലതൊക്കെ ഇടയ്ക്ക് എവിടെയൊക്കെ ചെന്ന് വീഴുന്നു. ക്യാബിനറ്റ് ഉൾപ്പെടെയുള്ള എന്തൊക്കെ നാശങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് സത്യത്തിൽ ലോകം ശ്രദ്ധിക്കുന്നേയില്ല. ഇവിടെ ഒരു റാലി നടക്കുന്നില്ല, ഒരു ചാനൽ റൂമിലും ഒരാൾ ഇരുന്ന് പൊറ്റി തെറിക്കുന്നില്ല, ആരും തെറിക്കുന്നില്ല. ഹൂത്തീസിനെ എന്താണ് ചെയ്യുന്നത്, അവിടെ എന്താണ് നാശനഷ്ടം, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? അവിടുത്തെ ഒരു പിക്ചറും വരുന്നില്ല, ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ ഒന്നും ജനയിൽ നിന്നൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഹിസ്ബുള്ളയുടെ കാര്യവും ആരും പറയുന്നില്ല. ഹിസ്ബുള്ള ചെറിയ മാക്രി അല്ല, വലിയ പോക്രിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഹിസ്ബുള്ളയെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. ആകെ സംസാരിക്കുന്നത് ഇതാണ്. അപ്പം അറബ് രാജ്യങ്ങൾക്ക് സംരക്ഷിക്കാം. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, മാക്രോണും സ്റ്റാമറും കാണിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ ഇത് അംഗീകരിക്കാതിരുന്നേ, ഞങ്ങളെ അംഗീകരിച്ചു, ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ എന്നിട്ട് ഈ പ്ലാനും അംഗീകരിച്ചു. രണ്ടും ഒരുമിച്ച് ഭയങ്കര പണിയായിപ്പോയി. ഇന്നലെ കഴിഞ്ഞ ആഴ്ച വരെ ഭയങ്കര ജൂബിലേഷനിലായിരുന്ന ജിഹാദി വിങ്, എസ്പെഷ്യലി ഹമാസ്, ഒരു ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആണ് ഇപ്പോ. അവരെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ 150 പേര് അംഗീകരിച്ചിരുന്നിടത്ത് 157 ഞങ്ങൾ എത്തിച്ചു. CNN ഇന്റർവ്യൂല് ഗാസി ഹമാഡ്, മാഡാണ് അയാള്, മതം കയറി മാഡായതാണ്. അയാളോട് ചോദിക്കുന്നുണ്ട്, ഈ 65,000 മുതൽ 70,000 പേരെ കൊലക്ക് കൊടുത്തോണ്ട് നീയൊക്കെ നേടിയത് ഒരു വലിയ കാര്യമായിട്ട് കാണുന്നുണ്ടോ? ഇതൊരു ഭയങ്കര നഷ്ടമല്ലേ, ഗാസ മുഴുവൻ തകർന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഈ ഹമാഡ് പറയുന്നത് എന്താണ്? ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ പറയുന്നു, അതല്ല, ഞങ്ങൾ ഇതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്തു കാത്തിരിക്കുക? അത് കുറെ രാജ്യങ്ങളോട് അംഗീകരിച്ചു. എന്നിട്ട് UN പോലും ഒരു അംഗമായിട്ട് ഇവരെ കയറണമെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക വോട്ട് ചെയ്യണം. അമേരിക്ക വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 156 ഒന്നും കാര്യമില്ല. അമേരിക്ക വോട്ട് ചെയ്യില്ല. അമേരിക്കയുടെ പ്ലാനാണ്. ഇസ്രായേലിനെ ശരിക്കും എംബോൾഡൻ ചെയ്യുന്ന ഒരു പ്ലാനാണ്. കാര്യം വെച്ചാൽ ഡേ ആഫ്റ്റർ ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുക, എന്താ ചെയ്യേണ്ടതിനകത്ത്? അവർക്ക് പുറകോട്ട് മാറണം, അവർക്ക് ആർമിയെ പുറകോട്ട് വലിക്കണം. ഇസ്രായേലിന് ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇഫ് അമേരിക്ക അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് ഒരിക്കലും അതാണ് അത് വേണ്ടുന്നത് അവർക്കാണ്. അതായത് ഈ ഡേ ആഫ്റ്ററിൽ ഇസ്രായേലിനും റോളുണ്ട്, അമേരിക്കയ്ക്കും റോളുണ്ട്. യൂറോപ്യൻ പൊളിറ്റീഷ്യൻസ് വരും, അറബ് ആർമികൾ വരും, എല്ലാവരും പറയുന്നു ഹമാസിനെ, എല്ലാവരും ഒരേപോലെ പറയുന്നു. ഈജിപ്റ്റ് പറയുന്നു, ഈജിപ്റ്റ് ആണല്ലോ ഹമാസ് എന്ന് പറയുന്ന, ഈജിപ്റ്റ് ആണ് ബേസിക്കലി. ഈ PLO എന്ന് പറയുന്ന ജോർഡൻ ആണെന്ന് പറയുന്നോണം പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ബേസിക്കലി ജോർഡൻ, ലെബനൻ ആണെന്ന്, ആ ഏരിയ ആണെന്ന് പറയുന്നോണം ഈ ഗാസ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഈജിപ്റ്റ് ആണ്. ഈജിപ്ഷ്യൻസ് ആണ്, സിൻവർ തൊട്ട് എല്ലാ ടീമുകളും അതൊക്കെ തന്നെ. ഈജിപ്റ്റും പറയുന്ന ഈജിപ്റ്റ് ആണ് ഈ പ്ലാന്റ് പറയുന്നത്. അപ്പൊ എവരിൽ നിന്നും ഒരു പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്,
UN ആണല്ലോ പ്രമേയങ്ങൾ ഇറക്കി, പ്രമേയങ്ങൾ ചുട്ടിറക്കി, ഒരു മഹല്ല് കമ്മലി പോലെ വർക്ക് ചെയ്ത് വിലക്കുകളും സാങ്ഷൻസും ഇസ്രായേലിനെതിരെ ഏർപ്പെടുത്തുന്നത്. ഇനി UN എന്ത് ചെയ്യും? കുറെ നാളത്തേക്കെങ്കിലും ഒന്നും ചെയ്യാനില്ല. ഇസ്രായേൽ പീസ് ട്രീറ്റി അംഗീകരിച്ചു, ഡീൽ അംഗീകരിച്ചു, ഹമാസ് അംഗീകരിച്ചില്ല. ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആരാണ് നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്താണ്? സമാധാനത്തിന് എതിര് നിൽക്കുന്ന ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന റോ കൺട്രി, തെമ്മാടി രാജ്യം, ഭീകര രാജ്യം, ഡാഷ് 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 ഡാഷ്. ഇനിയിപ്പോ എന്ത് പറയും? ഇനി അമേരിക്കയുടെ മേൽ പ്രശ്നം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇസ്രായേലിനെ കയറൂരി വിടരുത്, അത് വളരെ മോശമാണ്, ആയുധങ്ങൾ കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. അമേരിക്ക പറയും ഞങ്ങൾ ബെസ്റ്റ് ഷോട്ടാണ് നൽകിയിരിക്കുന്നത്, ഏറ്റവും നല്ലൊരു നീക്കമാണ് കൊടുത്തിരിക്കുന്നത്, ഇസ്രായേൽ പിന്മാറും, ഇങ്ങനൊരു സംഗതി ഉണ്ടാകും. ഇനി അമേരിക്കയുടെ മേളിൽ ആർക്കും ഈ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറെ നാളത്തേക്കെങ്കിലും ഇത് കെട്ടടങ്ങി. ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല, ഡൊമസ്റ്റിക് പ്രഷർ. ബന്ദികൾ തിരിച്ച് എത്തുന്നതോടുകൂടി ഇസ്രായേലിനുള്ള പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധങ്ങളും ഒക്കെ സ്വാഭാവികമായി കെട്ടടങ്ങും. ഇത് രണ്ട് ഓപ്ഷൻ നോക്കുക. ഒന്നിൽ ബന്ദികൾ തിരിച്ചു വരും, കെട്ടടങ്ങും. ഇനി ബന്ദികൾ തിരിച്ചു വരുന്നില്ല, യുദ്ധം തുടരുകയാണ്, ഇവരെന്ത് ചെയ്യും? പ്രധാനമന്ത്രിയെ ചീത്ത വിളിച്ചുകൊണ്ട് പറയാം, നിങ്ങൾ പീസ് ഡീൽ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഹമാസ് ബന്ദികളെ വെച്ചുകൊണ്ടിരിക്കുന്ന, പീസ് ഡീൽ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ നിർത്തേണ്ട കാര്യം നെതന്യാഹുവിനില്ല. നമുക്ക് ഒരു വെടിക്ക് എത്ര പക്ഷികളാണെന്ന് നോക്കൂ. ഒരു ഭയങ്കര മൂവാണ് ഇത് സത്യത്തിൽ. സോ ബ്രില്യൻറ്റ്. ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആക്ച്വലി ഇതിനകത്ത് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് നെതന്യാഹുവിനല്ല, ട്രംപിനെയാണ്. ട്രംപ് ഒരുപാട് വിഡ്ഢിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ റൈറ്റ്, 90% ഈസ് അബ്നോർമൽ. പക്ഷെ ഈ ഒരു ഡീല് മൊത്തം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നില്ല ബൈഡനെ കൊണ്ട് സാധിക്കുമായിരുന്നു, എനിക്ക് തോന്നില്ല. ഞാനൊരു വളരെ നിഷ്പക്ഷമായ ഒബ്ജക്റ്റീവ് ആംഗിളിൽ നിന്ന് പറയുകയാണ്. ട്രംപ് എല്ലാം സമ്മതിച്ചു, എല്ലാം കൊഞ്ഞാട്ടയാണ് കേസുകൾ. പക്ഷെ ഇത് ട്രംപിന് ഫുൾ ഓഫ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതൊരു വലിയ ശരിക്കും ഒരു അച്ചീവ്മെന്റ് തന്നെയായി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിന്റെ തുടർച്ചയിൽ അബ്രഹാം അക്കോർഡിന്റെ വിപുലീകരണം വരെ വരുന്നു. ഇതിവിടെ നിൽക്കുന്നില്ല.